മീലാദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ തോന്നിയാസങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ അലങ്കാരം. ഞാനിപ്പോൾ ആ വീഡിയോ ഇറക്കിയ ആളെ ഒന്നും പറയുന്നില്ല. മൂപ്പര് മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കാം. എന്താണ് ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഉദ്ധരണിയുടെ ലക്ഷ്യമെന്താണ്? അത് നബിദിനവുമായി മൗലിദുമായി ബന്ധപ്പെട്ടതാണോ? അല്ലേ അല്ല. നബിദിനവുമായിട്ടോ മൗലിദാഘോഷവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉദ്ധരണി അല്ല അത്. മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിക്കുന്നതിൻ്റെ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പ്, ഹിജറ 450-ൻ്റെയും 500-ൻ്റെയും ഇടയിൽ കുറച്ചാൾക്കാർ ബറാഅത്ത് രാവിൽ, ലൈലത്തു നിസ്ഫ് മിൻ ശഅബാൻ എന്ന പേരിൽ ബറാഅത്ത് രാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രാവിൽ ഒരു തരത്തിലുള്ള ഒരു ആരാധനാക്രമം തീ കത്തിച്ചിട്ടും മറ്റും, അത് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെട്ട മുസ്തഫ ഹസ്രത്ത് എന്ന ആ പണ്ഡിതൻ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. എന്താണ് വസ്തുത എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കിതാബുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മൂപ്പര് തെളിവുദ്ധരിച്ച കിതാബാണ് അൽ മജ്മൂ', ഇമാമുന നവവിയുടെ അൽ മജ്മൂ', 3ാമത്തെ വോള്യം. അതിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദാണ് അബൂ ശാമ റളിയല്ലാഹു അൻഹു, അബൂ ശാമൽ മഖ്ദസി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർക്കൊരു കിതാബുണ്ട്, അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന കിതാബ്. അത് ഇമാം നവവിയുടെ ഉസ്താദിൻ്റെ കിതാബാണ് അൽ ബാഇസ്. ആ അൽ ബാഇസ് എന്ന കിതാബിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ ആ വിഷയം, ബാഇസ് എന്ന കിതാബാണെങ്കിലോ നബിദിനാഘോഷത്തെ പ്രോത്സാഹിപ്പിച്ച കിതാബ് കൂടിയാണ്. അപ്പോൾ മനസ്സിലായില്ലേ ഇത് നബിദിനാഘോഷത്തെക്കുറിച്ചല്ലാന്ന്. അൽ ബാഇസ് എന്ന കിതാബിൽ ഇമാം നവവിയുടെ ഉസ്താദ് തന്നെ ഈ വിഷയം തീ കത്തിച്ചുകൊണ്ടും, അതുപോലെ തന്നെ കുട്ടികൾ, മൂപ്പര് ഈ പറയപ്പെട്ട ഉസ്താദ് വായിച്ചത് കുറച്ച് ഭാഗം മാത്രമേ ഇമാം നവവിയുടെ കിതാബിൽ നിന്ന് കുറച്ചേ വായിച്ചിട്ടുള്ളൂ. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാഹു വ റസൂലുഹു അഅലം. ഞാനത് മുഴുവൻ വായിച്ചു തരാം. ഇതേ വിഷയം തന്നെയാണ് അൽ ബാഇസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ വിഷയം തന്നെയാണ് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു തൻ്റെ അൽ മദ്ഖലിലും പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇവർ ജനിക്കുന്നതിൻ്റെ മുമ്പ് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവം ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് സമർത്ഥിക്കലാണ് ലക്ഷ്യം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏതുപോലെ അത് മൊത്തത്തിലൊന്ന് വ്യാപിപ്പിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ കാലഘട്ടത്ത് കള്ളത്തൊരിയക്കത്തുകാർ വല്ലാതെ വ്യാപിക്കുന്നുണ്ട്, കുരുവട്ടൂർ തൊരിയക്കത്തിനെ കുറിച്ച് ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നേ പറയുള്ളൂ. ഒറ്റ വാക്യം, ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തൊരിയക്കത്തിനെയും തള്ളുന്നു എന്നല്ലല്ലോ. നാം എല്ലാം ത്വരീഖത്തിൻ്റെ മശായിഖന്മാരെ വല്ലാതെ അംഗീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മ്യൂസിക് ഇട്ടുകൊണ്ട് നബിദിനാഘോഷം നടത്തുന്നൊരു വിധി എന്താണ്? കടുത്ത ഹറാമെന്ന് പറയും. അപ്പോൾ നബിദിനാഘോഷത്തെ ഹറാമാക്കി എന്നല്ല, ഹറാമുകൾ വന്നിട്ടുള്ള ആ ഒരു സംഭവം അത് ഹറാമാണ്. എന്താണ് ഇമാം നവവി പറഞ്ഞത്? വല്ലാതെ തെറ്റ്. അഥവാ മൗലിദാഘോഷം, ഇന്നാലില്ല, ഇമാം നവവി എങ്ങനെയാണ് നബിദിനാഘോഷത്തിൽ സന്തോഷിക്കാൻ പാടില്ല എന്നും നബിദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്ഥലങ്ങളും അലങ്കരിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയും? ഇമാം നവവിയുടെ ആ ഇബാറത്ത്, ഇത് അസാമിൻ അതോ പള്ളിയുടെ മര്യാദകൾ പറയുന്നതിൽ 18ാമത്തെ ഭാഗമായിട്ടാണ് ഇമാം നവവി ഈ വിഷയം പറയുന്നത്. ഇതിൻ്റെ 16ാമത്തെ വിഷയത്തിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് മുത്തുനബിയുടെ മൗലിദ് പാടുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് ഇമാം നവവി തന്നെ ആ കിതാബിൽ തന്നെ പറയുന്നുണ്ട്. ഇത് അസാമിനത്തു അശറ അല്ലേ? അതിൻ്റെ തൊട്ട് മുകളിൽ അസാദിസത്തു അശറ 16ാമത്തെ വിഷയം, ലാ ബഅസ ബി ഇൻഷാദി ശിഅരി ഫിൽ മസ്ജിദി ഇദാ കാന മദ്ഹൻ ലിന്നുബുവത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള മദ്ഹാണെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് പാടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് ഈ പറയപ്പെട്ട, ഞാൻ വായിച്ച് അർത്ഥം വെക്കാൻ വേണ്ടി പറയുന്ന അതിന് തൊട്ട് മുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ മുത്തുനബിയുടെ മൗലിദ് പള്ളിയിൽ വെച്ചുകൊണ്ട് ഓതണം എന്നാണ് ഇമാം നവവി പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടല്ല ഈ ചർച്ചയോ ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബാഇസ് എടുത്ത് നോക്കിയാൽ മതി. അത് ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ ഞാൻ വായിക്കാം. ഏതായിരുന്നാലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇമാം നവവിയുടെ ഇബാറത്ത് ഞാനൊന്ന് വായിക്കാം.
അസ്സാമിനത്തു അശറ 18ാമത്തെ പോയിന്റ്, മിനൽ ബിദഇൽ മുൻകറ, വെറുക്കപ്പെട്ട പുത്തനാചാരങ്ങളിൽ പെട്ടതാണ് ഒരു പ്രവർത്തനം, യുഫ്അലു, അതിനെ പ്രവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഫി കസീരിൻ മിനൽ ബുൽദാൻ, ഇഷ്ടംപോലെ നാടുകളിൽ. ഇടക്ക് മൂപ്പര് പറഞ്ഞു ഇമാം നവവിയുടെ കാലത്തൊന്നും നബിദിനാഘോഷമില്ല. അത് അതിനെന്ത് പേര് ഞാൻ ഒന്നും പറയുന്നില്ല, ആ പണ്ഡിതൻ ആരാണൊന്നും മൂപ്പനേക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇമാം നവവിയുടെ ഉസ്താദ് അൽ ബാഇസ് എന്ന കിതാബിൽ നബിദിനാഘോഷത്തെക്കുറിച്ച് പുകഴ്ത്തി എഴുതിയിട്ടുണ്ട്. ആ ബാഇസ് എന്ന ഉസ്താദിൻ്റെ ഒരു 200-ൽ താഴെ പേജ് വരുന്ന കിതാബാണ് അൽ ബാഇസ്. അതുപോലെ ഇമാം നവവി മുത്താല ചെയ്തിട്ടില്ല എന്നാണോ ഈ ഉസ്താദ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിൽ പറയുന്നു നബിദിനാഘോഷം മലിക്കുൽ മുളഫറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഷെയ്ഖ് മുല്ല തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ തുടങ്ങിയതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇമാം നവവിയുടെ ഉസ്താദ്. അപ്പം ഈ പണ്ഡിതൻ്റെ വാദപ്രകാരം ഇമാം നവവി സ്വന്തം ഉസ്താദിൻ്റെ കിതാബ് പോലും വായിച്ചിട്ടില്ല. ഇന്നാലില്ല, അങ്ങനെയൊന്നും പറയരുത്. പറയട്ടെ, ഫി കസീരി മിനൽ ബുൽദാനി, എന്താണ് നാടുകളിൽ ചെയ്യുന്നത്? മിൻ ഈഖാദിൽ ഖനാദീനിൽ കസീറത്തിൽ അളീമത്തി സിർഫ്, പച്ച എന്താ പറയുക, എല്ലാ നിലക്കും അമിതവ്യയം കാണിക്കുന്ന, ഇസ്രാഫ് കാണിക്കുന്ന രൂപത്തിൽ കുറേ വിളക്കുകൾ. വിളക്ക് മീൻസ് അന്നൊന്നും ഇതുപോലത്തെ വിളക്കുകളൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ പിന്നെ എന്താണ്, ഇപ്പം നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ മണ്ണെണ്ണയൊഴിച്ച ചിമ്മിണി വിളക്കുകളാണ്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാകുമ്പോഴോ ഒരു ഭാഗത്ത് വിറകൊക്കെ കൂട്ടി ഇട്ടുകൊണ്ട് അതിങ്ങനെ കത്തിക്കുക. ഫി ലയാലി മഅറൂഫത്തിൻ മിനസ്സന, ഒരു കൊല്ലത്തിൽ അറിയപ്പെട്ട രാവുകളിൽ. ഇതിവിടെ ഉദ്ദേശിക്കുന്ന ഏതാണ്? കലൈലത്തി നിസ്ഫി ശഅബാൻ, അതാണ് പോയിന്റ്. കലൈലത്തി നിസ്ഫി ശഅബാൻ, ശഅബാനിൻ്റെ 15ാമത്തെ രാവ് പോലെ. എന്നാൽ പിന്നെ ലൈലത്തിൽ മൗലിദീനും കൂടെ ചേർത്തി കൊടുത്താൽ പോലെ. ഇമാം നവവിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ മൗലിദിൻ്റെ വിഷയമേ ഇവിടെ ചർച്ചയില്ല, അത് ബേക്കിൽ മനസ്സിലാകും. എന്നിട്ട് ഫയഹ്സുലു ബി സബബി ദാലിക, അത് കാരണം ഉണ്ടായിത്തീരുന്നു മഫാസിദു കസീറത്തുൻ, ഇഷ്ടംപോലെ മോശമായ പ്രവർത്തനങ്ങൾ. മിൻഹ, ആ മോശമായ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് മുലാഹാത്തുൽ മജൂസി, തീ ആരാധകരുമായിട്ടുള്ള സാമ്യത. ഫിൽ ഇഅ്തിനാഇ ബിന്നാരി വൽ ഇക്സാരി മിൻഹ, തീയുമായി ബന്ധപ്പെടുക, തീയുമായി അധികരിക്കുക. തീ അഥവാ പച്ചത്തി അഥവാ വിറക് കത്തിച്ചു തീയുമായിട്ട്, അത് പള്ളിയുടെ ഉള്ളിലെ അവിടെ ഇവിടെയുടെ തീ ഇങ്ങനെ കത്തിക്കുക. വമിൻഹ, അതുപോലെ തന്നെ മഫ്സദത്തുൽ പെട്ടതാണ് ഇളാഅത്തുൽ മാലി ഫീ ഗൈരി വജ്ഹിഹി, സമ്പത്തിനെ അതിൻ്റേതായ രൂപമല്ലാത്തതിൽ ചെലവാക്കുക. ഫീ ഗൈരി വജ്ഹിഹി, സമ്പത്ത് ചെലവാക്കേണ്ട രൂപമല്ലാത്തതിൽ. അപ്പം അതിൻ്റെ രൂപത്തിൽ ചെലവാക്കാം, അതാണ് മുത്തുനബിയുടെ ഒക്കെ ബേക്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. വമിൻഹ, വീണ്ടും ആ മഫ്സദത്തിൽ പെട്ടതാണ് ചില കാര്യങ്ങൾ. യതറത്തബു, അത് തുടർന്നു വരുന്നു, അലാ ദാലിക, ഈ പറയപ്പെട്ട പ്രവർത്തനത്തിൻ്റെ മേലിൽ, ഫി കസീരി മിനൽ മസാജിദ്, ഇഷ്ടം പോലെ പള്ളികളിൽ. എന്തൊക്കെ? മിൻ ഇജ്തിമാഇ സ്വിബിയാൻ, ഇതുകൂടി കൂട്ടി വായിച്ചാലേ അന്നത്തെ അനാചാരം വ്യക്തമാകുള്ളൂ. മിൻ ഇജ്തിമാഇ സ്വിബിയാനി, ചെറിയ കുട്ടികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുക. വാഹിലിൽ ബത്വാലത്തി, ദീനുമായി ബന്ധമില്ലാത്ത ആൾക്കാർ പള്ളിയിൽ ഒരുമിച്ച് കൂടുക. വലഅബിഹിം, അവരവിടെ വന്നിട്ട് കളിക്കുക. വറഫഇ അസ്വാതിഹിം, അവരുടെ ശബ്ദങ്ങൾ ഉയർത്തുക. വംതിഹാനിഹിം, അവരെ നിസാരപ്പെടുത്തുക. അൽ മസാജിദ, പള്ളികളെ. വംതിഹാക്കി ഹുർമത്തിഹ, പള്ളിയുടെ ബഹുമാനത്തെ പിച്ചി ചിന്തിക്കളയുക. മാത്രമല്ല വഹുസൂലി ഔസാഹിം ഫീഹ, പള്ളിയിൽ വേസ്റ്റുകൾ ഇടുക. ഇതെല്ലാം അവർ ചെയ്തതാ. കുറേ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ട് തീ ഇങ്ങനെ കൂട്ടി കത്തിക്കുക, എന്നിട്ട് കുട്ടികൾ പങ്കെടുക്കുക. അതുപോലെ ദീനുമായി ബന്ധമില്ലാത്തൊരു പങ്കെടുക്കുക, എന്നിട്ട് അവിടെ വേസ്റ്റുകൾ ഇടുക. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂത്രവും കാഷ്ടവും പള്ളിയുടെ ഉള്ളിലേ. അപ്പോൾ ഇത് കാണുന്ന ഇമാമിയങ്ങൾ ഇത് നല്ലതെന്നാണ് പാസ്സാക്കേണ്ടത്, ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതെന്ന് പാസ്സാക്കേണ്ടത്. ഇത് ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെയ്താലും നമ്മൾ അങ്ങനെയല്ല ഫത്വ കൊടുക്കുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു പള്ളിയിൽ കുറേ ആൾക്കാർ വന്നിട്ട് തീ ഇങ്ങനെ കൂട്ടമായി കത്തിച്ച്, കുട്ടികളും അതുപോലത്തെ ആണും പെണ്ണും ഇഖ്തിലാത്ത് കൂടി കലർന്ന് കുട്ടികൾ വേസ്റ്റുകളൊക്കെ പള്ളിയിലിട്ട് പള്ളിയാകെ മോശപ്പെടുത്തിയാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഫത്വ കൊടുക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരിക്കും. അതിനെയാണോ നബിദിനാഘോഷത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്? എന്നാൽ വഗൈറുദാലിക മിനൽ മഫാസിദ്, ഇഷ്ടംപോലെ മഫ്സദത്തു, ഇതൊന്നും മൂപ്പര് വായിച്ചിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഇബാറത്ത, ഇമാം നവവിയുടെ ഇബാറത്ത. വഗൈറുദാലിക മിനൽ മഫാസിദ് അല്ലത്തി യജിബു സിയാനത്തുൽ മസ്ജിദി മിൻ അഫ്റാദിഹ, ഇപ്പറയപ്പെട്ടതിൽ നിന്ന് ഏതെങ്കിലും ഒന്നുപോലും പള്ളിയിൽ വരാൻ പാടില്ല. മോശമായ വാക്ക് ഉയർത്താൻ പാടില്ല, തർക്കം ഉണ്ടാക്കാൻ പാടില്ല. കുട്ടികൾ എട്ടും പൊട്ടു തിരിയാത്ത കുട്ടികൾ മൂത്രമൊഴിക്കുന്ന കാഷ്ടിക്കുന്ന, അന്നൊന്നും സ്നെഗ്ഗിയും പാമ്പേഴ്സൊന്നും ഇല്ലല്ലോ.
അത് ഒന്നുപോലും പറ്റില്ല എന്നിരിക്കെ ഇതെല്ലാം കൂടി പള്ളിയിൽ വരുമ്പോൾ അതിൻ്റെ പേരിൽ കുറേ എണ്ണം തീ ഇങ്ങനെ കത്തിക്കുക, അന്ന് ഇബാദത്തില്ല, ഒന്നുമില്ല. അത് ഇന്ന് നടന്നാൽ സമസ്തയാണ് ആദ്യം അതിനെതിർക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരിൽ ഫത്വ എടുക്കും, അല്ലേ? ഇത് അന്ന് നടന്നപ്പോൾ ഇമാം നവവി ഫത്വ എടുക്കുന്നു. ഈ വിഷയമാണ്. അത് കഴിയും. പിന്നെ അത്താസിഅത്തു അശറ, 18ാമത്തെ ഒരു വിഷയം ഫുള്ള് ഞാൻ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ഇമാം നവവിയുടെ മുൻകാലത്ത് നടന്നിരുന്നു. ഇതാര് പറഞ്ഞു? അൽ ബാഇസ് എടുക്കുക. അൽ ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന കിതാബിൻ്റെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഷാമ, ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനാണ് ആര്? ഇമാം നവവി റളിയല്ലാഹു അൻഹു. അബൂ ഷാമ റളിയല്ലാഹു അൻഹു വ്യക്തമായി അതിൻ്റെ 116ാമത്തെ പേജിൽ വിഷയം പറയുന്നുണ്ട്. ലൈലത്തുൽ ബറാഅത്തിന്റെ രാവിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളെന്ന് പറഞ്ഞ് ആ കിതാബിൽ പറയുന്നു, ബിദ്അത്തുൽ അൽഫിയ വഹിയ സ്വലാത്തു ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. അവിടെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വഹിയ സ്വലാത്തുൻ ത്വവീലത്തുൻ മുസ്തസ്കലത്തുൻ, അത് വല്ലാത്തൊരു സുദീർഘമായ നിസ്കാരമാണ്. ലം യഅതി ഫീഹാ ഖബറുൻ വലാ അസറുൻ ഇല്ലാ ദഈഫുൻ ഔ മൗദൂഉൻ. ഒരു ലഈഫായതോ അതിൽ സ്വഹീഹായ ഒരു ഹദീസും ലഈഫ് പോലും വന്നിട്ടില്ല. വലിൽ അവാമി ഫീഹി ഇഫ്തിതാനുൻ അളീമുൻ, ആ വിഷയത്തിന് സാധാരണക്കാർ വല്ലാതെ ഫിത്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വൽ തുസിമ ബിസബബിഹാ, ആ നിസ്കാരത്തിന്റെ കാരണത്താൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു കസ്റത്തുൽ വഖീദി ഫീ ജമീഇ മസാജിദിൽ ബിലാദില്ലത്തി തുസല്ലാ ഫീഹാ, നിസ്കരിക്കപ്പെടുന്ന എല്ലാ പള്ളികളിലും വല്ലാതെ ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് കത്തിക്കുകയാണ്. അതാണെങ്കിലോ ആ രാവ് മുഴുവൻ. ഇത് അബൂ ഷാമ റളിയല്ലാഹു അൻഹുവിൻ്റെ അൽ ബാഇസ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നഖശിഖാന്തം 116ാമത്തെ പേജ് നോക്കിയാൽ കാണാം, നഖശിഖാന്തം എതിർക്കുന്നുണ്ട്. എന്നാൽ അതേ അൽ ബാഇസിന്റെ 93ാമത്തെ പേജിൽ പറയുന്നു, അതേ അൽ ബാഇസിന്റെ 93ാമത്തെ പേജിൽ അബൂ ഷാമ റളിയല്ലാഹു അൻഹു പറയും, വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മിൻ ഹാദൽ ഖബീലി, നല്ല ബിദ്അത്ത് എന്ന നിലക്ക് നമ്മുടെ നാട്ടിൽ തുടങ്ങിയതിൽ ഏറ്റവും നല്ലതിൽ പെട്ടതാണ് മാ കാന യുഫ്അലു ബി മദീനത്തി ഇർബൽ ജബറഹുല്ലാഹു തആല കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖ് ലി യൗമി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സദഖാതി വൽ മഅറൂഫി വ ഇൽഹാരിസ് സീന. അതിൻ്റെ അർത്ഥം എന്താണ്? ഇമാം നവവിയുടെ അൽ മജ്മൂ', ബഹുമാനപ്പെട്ട ഈ മജ്മൂഇൽ പറഞ്ഞ അതേ വിഷയം ഇമാം നവവിയുടെ ഉസ്താദായ അബൂ ഷാമ അൽ ബാഇസിൽ പറയുന്നുണ്ട്. അതിൽ നഖശിഖാന്തം ഇതിനെ എതിർക്കുന്നു. ആ എതിർക്കുന്ന അബൂ ഷാമ തങ്ങൾ തന്നെ അതേ കിതാബിൻ്റെ 93 പറയുന്നു, നബിദിനാഘോഷത്തിൻ്റെ പേരിൽ നമ്മുടെ ഇർബൽ രാജ്യത്ത് തുടങ്ങി വെച്ച ആ സംഭവം സുബ്ഹാനല്ലാഹ് ഇൽഹാറുസീനയടക്കം നല്ല എന്താ പറയുക അലങ്കാരം പരസ്യപ്പെടുത്തുക. ഇൽഹാറുസീനത്തിൻ്റെ അർത്ഥം എന്താ? അത് നല്ലതാണ്. ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഉസ്താദിനും അറിയാമല്ലോ, അത് സുന്നത്താണല്ലോ. ബിദ്അത്തുൻ ഹസനയൊക്കെ സുന്നത്താണല്ലോ. അത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട അൽ ബാഇസ് എന്ന കിതാബിലൂടെ ഉസ്താദായ അബൂ ഷാമ തങ്ങളും സമർത്ഥിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ ആ ഇബാറത്ത് നബിദിനവുമായിട്ട് ബന്ധമേയില്ല. നബിദിനോട് ഒരു ബന്ധവുമില്ല. പിന്നെ എങ്ങനെയാണ് നബിദിനം ആ കാലത്തില്ലായിരുന്നു അതിലേക്ക് ചേർത്തി പറയുന്ന രൂപത്തിൽ കൊണ്ടുവന്നത്? അത് ശരിയായില്ല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ വിഷയം ഇത് ഇമാമിയങ്ങളെല്ലാം ഈ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാനിലെ ഈ വിഷയം ഇമാമിയങ്ങളെല്ലാം ചർച്ച ചെയ്തതാ. ഇത് അൽ മദ്ഖൽ ആ വിഷയമാണ് ഇമാം നവവിയും അൽ മജ്മൂഇൽ പറഞ്ഞത്. മനസ്സിലാക്കാതെ പോയതിൻ്റെ തെറ്റിദ്ധരിച്ചതിൻ്റെ കുഴപ്പമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ വോള്യം 264ാമത്തെ പേജ്, അൽ മദ്ഖലിൻ്റെ ഒന്നാമത്തെ വോള്യം 264 കാണാം. ഇന്നമാ ത്വാലൽ, കൂടുതൽ ഞാൻ അർത്ഥം വെക്കുന്നില്ല. വ ഇന്നമാ ത്വാലൽ കലാമു ഫീ ദിക്രി മാ യുഅമലു ഫീ ഹാദിഹിൽ ലൈല അഅനി ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ബറാഅത്ത് രാവിൽ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് വല്ലാതെ പറയാനുണ്ട്. ലി അജലി മാ അഹ്ദസൂഹു ഫീഹാ വ ഇൻ കാന ഖദ് തഖദ്ദമ ബഅദുൽ കലാമി അലാ ദാലിക ഫീ അവ്വൽ ലൈലത്തി ജുമുഅത്തിൻ മിൻ റജബ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കുറേ വേണ്ടാത്തര അനാചാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഞാൻ ഇവിടെ പറയുകയാണ്. ലാക്കിൻ ഹാദിഹി ലൈലത്തു സാദത്തു ഫളീലത്തുഹാ വ മുഖത്തല്ലാ സിയാദത്തിൽ ഫളീലത്തി സിയാദത്തു ശുക്രി ലായിഖ ബിഹാ മിൻ ഫിഅലി ത്വആത്തി വൻവാഇഹാ. ശരിക്ക് ഈ രാവ് വല്ലാത്ത പവറുള്ള രാവാണ്. ആ പവറുള്ള രാവിന് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ഇബാദത്തുകളാണ് ചെയ്യേണ്ടത്. സുന്നികൾ ചെയ്യുന്നത് പോലെ യാസീനോദുക, 3 യാസീനോദുക,
കുറെ ദിക്റും സ്വലാത്തും ചെല്ലുക, നോമ്പെടുക്കുക. അതിന് പകരം ഫബദ്ദല ബഅദുഹും മകാന ശുക്രി സിയാദത്തിൽ ബിദഇ ഫീഹാ അക്സ മുഖാബലത്തി ദാലിക ബിശുക്രി ലിസിയാദത്തിൽ ഫളീല ളിദ്ദ ശുക്രി നിഅമി സവാഅൻ ബിസവാഇൻ. അതിനെതിരിൽ ചില ആൾക്കാർ കുറെ ബിദ്അത്തുകൾ ഉണ്ടാക്കി. എന്താണ് ആ ബിദ്അത്ത്? അതാണ് ഇമാം നവവിയും പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇബ്നുൽ ഹാജ് തങ്ങളും പറയുന്നത്, അത് തന്നെയാണ് അൽ ബാഇസിലും പറയുന്നത്. നബിദിനം എവിടെ കിടക്കുന്നു? ഇതെവിടെ കിടക്കുന്നു? അൽ ബാഇസിൽ ഇത് പറ്റൂല എന്ന് പറഞ്ഞ ആള് നബിദിനാഘോഷത്തെക്കുറിച്ച് പുകഴ്ത്തിയിട്ട് ഇൽഹാറു സീനത്ത് വരെ അംഗീകരിക്കുകയാണ്. ശ്രോതാക്കൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും. അലാ തറ, നിനക്ക് കണ്ടൂടെ? കണ്ട, അലാ തറ, നിനക്ക് കണ്ടൂടെ? ഇലാമാ ഫഅലുഹു, ആ പുത്തനാശയക്കാർ വർദ്ധിപ്പിച്ചത് മിൻ സിയാദത്തിൽ വുഖൂദിൽ ഖാരിജിൽ ഖാരിഖി. സുബ്ഹാനല്ലാഹ്, വല്ലാതെ തീ ഇങ്ങനെ പരിശുദ്ധമായ പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് കത്തിക്കുക. ഹത്താ ലാ യബ്ഖാ ഫിൽ ജാമിഅ ഖിൻദീലുൻ വലാ ശൈഉൻ മിമ്മാ യുഖദി ഇല്ലാ ഖദൂഹു. എവിടെയൊക്കെ കത്തിക്കാൻ പറ്റുമോ, ആ ജുമുഅത്ത് പള്ളിയിൽ എവിടെയൊക്കെ കുഴി ഒരുക്കിയിട്ടും അല്ലാതെയും കയർ തൂക്കിയിട്ടൊക്കെ കത്തിക്കാൻ പറ്റുമോ, എല്ലായിടത്തും തീ ഇങ്ങനെ കത്തിക്കുക. എന്നിട്ടോ വല്ലുമ്മ ഇലാ ദാലിക ഇജ്തിമാഉ കസീരിൻ മിനൻ നിസാഇ വർ-റിജാലി. കണ്ടോ, ഇതേ ഇബാറത്ത് തന്നെയല്ലേ വേറൊരു രൂപത്തിൽ അൽ മജ്മുഇലും പറഞ്ഞത്. ഇങ്ങനെ കത്തിച്ചിട്ടോ ഇഷ്ടം പോലെ ആണും പെണ്ണും കൂടി പള്ളിയിൽ കയറുക. വൽ വിൽദാനി സിഗാരി, ചെറിയ ചെറിയ കുട്ടികൾ. അല്ലദീന, എങ്ങനത്തെ കുട്ടികളാണ്? യതനജ്ജസുൽ ജാമിഉ ബിഫളലാത്തിഹിം ഗാലിബ. സാധാരണഗതിയിൽ പാമ്പേഴ്സും സ്വിഗ്ഗി ഇല്ലാത്ത കുട്ടികളൊക്കെ പള്ളിയിൽ കയറുമ്പോൾ പള്ളി മുഴുവൻ നജസാവൂലേ. അവിടെ തീയും കത്തിക്കുക, കുറെ കുട്ടികളുണ്ട് കയറുക. എന്നിട്ടോ വകസ്റത്തിൽ ലഗതി വല്ലഗ്വിൽ കസീരി മിമ്മാ ഹുവ അശദ്ദു വഅക്സറു വഅഅലമു മിൻ ലൈലത്തി സാബിഇ വൽ 20 മിൻ റജബ്. റജബ് മാസത്തിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വല്ലാത്ത അനാവശ്യ സംസാരങ്ങൾ, ഒച്ചപ്പാടുകൾ പരിശുദ്ധമായ പള്ളിയിൽ. സമസ്ത ഇന്ന് ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ സമസ്ത തീരുമാനം എടുത്തിരിക്കും അത് കടുത്ത ഹറാമാണ്. അതിൽ നിന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതൊന്നും ഇന്ന് നടക്കുന്നില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇബാറത്തിനെ നബിദിനാഘോഷത്തിലേക്ക് ചേർക്കാൻ എന്തെങ്കിലും ഒരു വജ്ഹ്, എന്തെങ്കിലും ഒരു ന്യായം ഒരിക്കലുമില്ല. ഇമാം നവവി അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലുമില്ല. ഇമാം നവവി നബിദിനാഘോഷത്തിന് അലങ്കാരത്തിന് എതിര് പറയേ. ഇമാം നവവിയുടെ ഉസ്താദ് അൽ ബാഇസിൽ പച്ച അറബിയിൽ പഠിപ്പിച്ചിട്ട് ആ അൽ ബാഇസ് പോലും ഉസ്താദിന്റെ കിതാബ് പോലും കണ്ടിട്ടില്ല എന്നാണോ വരിക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തൗബ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. വതഖദ്ദമ മാ ഫി ദാലിക മിനൽ മഫാസിദി. അങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ തീ കത്തിച്ച് ഇതാണ് സംഭവം. അതല്ലാതെ ഈ തീ കത്തിച്ച് കുട്ടികളും പെണ്ണുങ്ങളും അതുപോലെ തന്നെ ഫളലാത്തുകളൊക്കെ ആകുന്ന കുട്ടികളൊക്കെ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കി നടത്തുന്നത് അംഗീകരിക്കണമെന്നാണോ? ഇമാമിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, സുന്നികളും അംഗീകരിക്കില്ല. അതെവിടെ കിടക്കുന്നു? നബിദിനാഘോഷം എവിടെ കിടക്കുന്നു? സുബ്ഹാനല്ലാഹ്. അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യം കൂടി ഇതാണ് ഇമാം റസ്സാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥം. അതിൻ്റെ ഹിജ്റ 894 വഫാത്തായ മഹാനോട് ചോദിക്കുകയാണ്, ഈ റബീഉൽ അവ്വലിൽ എന്താ പറയുക, അലങ്കാര വിളക്കുകളൊക്കെ തൂക്കാൻ പറ്റുമോ എന്ന് ചോദ്യം. ഹിജ്റ 894 ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു. വഖദ് ഖാല ഹാദ ശൈഖു ലമ്മാ സുഇല അമ്മാ യഖഉ ഫീ ഹാദൽ യൗമി മിൻ വുഖൂദി ശംഇ വഗൈരി ദാലിക ലിഅജ്ലിൽ ഫറഹി. സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളക്ക് കത്തിക്കാൻ പറ്റുമോ, അതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഫഅജാബ, ബഹുമാനപ്പെട്ട ഇതിൻ്റെ 154, 155 പേജിൽ കാണാം. ഫഅജാബ അല്ലദീ യദ്ഹറു അന്നഹു ഈദും മിൻ അഅയാദിൽ മുസ്ലിമീൻ. റബീഉൽ അവ്വൽ 12 എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ പെരുന്നാൾ പോലെ ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഇനിയിപ്പോൾ ലൈലത്തുൽ ഫിത്റിനെ പോലെയും ഈദുൽ ഫിത്ർ പോലെയും ഈദുൽ അദ്ഹയെ പോലെ ആക്കിയെന്നല്ല, അതൊരു പെരുന്നാളാണ്. ജുമാ ദിവസം പെരുന്നാളായതുപോലെ അതുപോലെ തന്നെ മുത്തുനബിയുടെ ജന്മദിനവും നമുക്കൊരു പെരുന്നാളാണ്. മൗസിമും മിൻ മവാസിമിഹിം, മുഅ്മിനീങ്ങൾക്ക് സന്തോഷിക്കേണ്ട ഒരു മേഖലയാണ്, ഒരു കാലഘട്ടമാണ്. കുല്ലു മാ യഖ്തളീഹിൽ ഫറഹു വസ്സുറൂറു ബിദാലിക്കൽ മൗലിദിൽ മുബാറക്കി. ആ പരിശുദ്ധമായ ജന്മദിനത്തിൽ മുഅ്മിനീങ്ങൾക്ക് ഏതെല്ലാം രൂപത്തിൽ സന്തോഷമുണ്ടാക്കാൻ പറ്റുമോ അതേതൊക്കെ? മിൻ ഈഖാദി ശംഇ, വിളക്കുകൾ കൊളുത്തുക. ഇത് 894 വഫാത്തായ ഇമാം മുഹമ്മദ് ഇബ്നു റസ്സാഇ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. വഇംതാഇൽ ബസർ, കണ്ണിന് കുളിർമയേകുന്ന കാര്യങ്ങൾ, തോരണങ്ങളും മറ്റും. വതനസ്സുഹി സമഇ വന്നദരി, കേൾവിയും കാഴ്ചയും ഹറാമുകളെ തൊട്ട് സൂക്ഷിക്കുക. വതസയ്യുനി ബിമാ ഹസുന മിന സിയാബി, നല്ല കുപ്പായങ്ങൾ ധരിക്കുക. വറുകൂബി ഫാരിഹി ദവാബി, മുന്തിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക. റാലിയുടെ മുമ്പിലൊക്കെ നല്ല നല്ല മോഡൽ വണ്ടികളൊക്കെ കാണൂല, അത്. അംറുൻ മുബാഹുൻ, അതൊക്കെ ഹലാലായ കാര്യങ്ങളാണ്, അതൊക്കെ ഹലാലാണ്. ലാ യുൻകറു, അത് മുൻകറാക്കാൻ നിൽക്കണ്ട. മിനൽ ബിദഇൽ മുൻകറ എന്ന് പറഞ്ഞിട്ട് മുൻകറത്തായ കാര്യമാക്കാൻ നിൽക്കണ്ട. ഖിയാസൻ അലാ ഗൈരിഹി മിൻ ഔഖാത്തിൽ ഫറഹി,
ബാക്കിയുള്ള സന്തോഷ സമയങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ മുൻകറത്താകാം. അതിലേക്ക് ഖിയാസാക്കി ചേർത്തിയിട്ട് മുത്തുനബിയുടെ ജന്മദിനവുമായി ചെയ്യുന്ന കാര്യങ്ങളെ കൂട്ടിക്കെട്ടണ്ട എന്ന് ഹിജറ 894 വഫാത്തായ മുഹമ്മദ് ബിൻ റസാഇ തങ്ങളും രേഖപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇമാമുന നവവി തങ്ങൾ ആ ഇബാറത്ത് പറഞ്ഞതിൻ്റെ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ വെച്ച് മൗലിദ് ഓതണം. അതേ ഇമാം നവവിയുടെ ഉസ്താദ് ആ ഒരു സംഭവം എന്താണ്, അന്ന് നടന്നിരുന്ന ഒരു അനാചാരത്തെ വിമർശിച്ചതാണ്. അത് ഇന്ന് നടന്നാലും ഞങ്ങൾ വിമർശിക്കും. നബിദിനവുമായിട്ടോ നബിദിനത്തിൻ്റെ പേരിൽ തോരണം കെട്ടുന്നതുമായിട്ടോ ഇതിനൊരു ബന്ധവുമില്ല. ഇതാണ് വസ്തുത. ഇതിൻ്റെ അപ്പുറത്തുള്ളതെല്ലാം ബാത്തിലാണ്. അള്ളാഹു ഹഖ് മനസ്സിലാക്കാനും ഉറച്ചു നിൽക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.